ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റാണ് ഇപ്പോൾ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. രക്തം, മുടി, നഖം എന്നിവയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുക. സാമ്പിളിൽ ലഹരി സാന്നിധ്യമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വൈദ്യപരിശോധന നടക്കുന്നത്. NDPC നിയമപ്രകാരം 27, 29 വകുപ്പുകൾ ചുമത്തിയാണ് ഷൈനെതിരെ കേസെടുത്തിരിക്കുന്നത്. ലഹരി ഉപയോഗത്തിനും അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചതിനും ഒക്കെയായിട്ടാണ് ഷൈനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഈ ഷൈനെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ എപ്പോഴായിരിക്കും കോടതിയിൽ ഹാജരാക്കുക? അതിനാൽ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ ജാമ്യം നൽകി തന്നെ വിട്ടയക്കാവുന്നതാണ്. അതിൽ ACP വ്യക്തമാക്കിയത് അത് ഉന്നത ഉദ്യോഗസ്ഥരോടുകൂടി ആലോചിച്ച ശേഷം സ്റ്റേഷൻ ജാമ്യം നൽകണോ അതോ കോടതിയിൽ ഹാജരാക്കണോ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തും. തുടർ നടപടികൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടി ആലോചിച്ച ശേഷം സ്വീകരിക്കും എന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. വേണമെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്നതാണ് ഈ കുറ്റം, ഇപ്പോൾ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്തുതന്നെയായാലും 4.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്യുകയും കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വൈദ്യപരിശോധന ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 16-ാം തീയതിയാണ് ഹോട്ടലിൽ നിന്നും ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ഡാൻസാബ് സംഘം പരിശോധനയ്ക്ക് എത്തിയപ്പോഴായിരുന്നു. ഡാൻസാബ് സംഘം അവിടെ പ്രധാനമായും പരിശോധനയ്ക്ക് എത്തുന്നത് താജുർ എന്ന ലഹരി കച്ചവടക്കാരന്റെ കൂടി സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു. എന്നാൽ അന്ന് ദിവസം തന്നെ 20,000 രൂപ ഷൈൻ ടോം ചാക്കോ താജറിന് കൈമാറിയതായി കണ്ടെത്തിയിട്ടുണ്ട്. അത് രാസലഹരിക്കുള്ള പ്രതിഫലമായി തന്നെയാണ് വിലയിരുത്തുന്നതും. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യാനുള്ള പ്രേരണാകുറ്റവും ഗൂഢാലോചനയും അടക്കം ചുമത്തി കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇതോടൊപ്പം തന്നെ സമാനമായ രീതി അന്ന് രക്ഷപ്പെടാനുണ്ടായ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങളിലെ ചോദ്യം ചെയ്യൽ ലഭിച്ച മൊഴികളും ഒന്നും തന്നെ പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ പൂർണ്ണമായും തെളിവുകൾ ശേഖരിച്ചുകൊണ്ട്, അതായത് ഫോൺ കോൾ വിവരങ്ങളായാലും ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്ന വിവിധ ഹോട്ടലുകളിലെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ളവ, അതോടൊപ്പം തന്നെ അവിടുത്തെ സന്ദർശക രജിസ്റ്റർ അടക്കമുള്ളവയെല്ലാം ശേഖരിച്ച് അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ ഫോൺ പരിശോധനയിലൂടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം പരിശോധിച്ചുകൊണ്ടാണ് ചോദ്യം ചെയ്തത്. അതിലൂടെയാണ് ഷൈൻ ടോം ചാക്കോ കളവ് പറയുന്നു എന്നും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നും അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടത്. തുടർന്നാണ് സാമ്പത്തിക ഇടപാടുകൾ അടക്കം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന, പ്രേരണ കുറ്റങ്ങൾ ചുമത്തി ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്തത്. അഞ്ജന. സുധീഷ്, ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന 2 വകുപ്പുകളാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുണ്ടോ? അതിന് അത്തരം കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അത് ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ചിട്ട് തീരുമാനിക്കും എന്നതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടാവാനും സാധ്യത അടക്കമുള്ളവർ പ്രതിപട്ടികയിലേക്ക് വരാനും സാധ്യതയുണ്ട്. എന്നാൽ പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കാവുന്ന കുറ്റം മാത്രമാണ് എന്നതാണ്. നേരത്തെ സ്റ്റേഷൻ ജാമ്യം ലഭിക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് അതിൽ സ്റ്റേഷൻ ജാമ്യം നൽകാവുന്ന തരത്തിലേക്ക് ആവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തു തന്നെയായാലും ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന, അതോടൊപ്പം തന്നെ പ്രേരണ കുറ്റങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളുടെ അടക്കം ഡിജിറ്റൽ രേഖകളടക്കം ശേഖരിച്ചിട്ടുണ്ട്. വിവിധ ലഹരി കടത്തുകാരുമായിട്ടുള്ള ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട്. അവരുമായുള്ള ഫോൺ കോൾ വിവരങ്ങളും ഹോട്ടലിൽ നേരിട്ടെത്തി സന്ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ രേഷ്മ ബാബു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രേഷ്മ, ഇപ്പോൾ ഷൈനെതിരെ 2 നിസാര വകുപ്പുകൾ ചുമത്തി, സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ ഷൈനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ?
ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നിലവിൽ പോലീസ് ചുമത്തിയിട്ടുള്ള 2 വകുപ്പുകളും ജാമ്യം ലഭിക്കാവുന്ന കുറ്റം തന്നെയാണ്. അതായത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന 2 കുറ്റങ്ങൾ. 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന NDPS ആക്ടിലെ തന്നെ 27-ാം വകുപ്പും അതോടൊപ്പം തന്നെ പ്രേരണാ കുറ്റം നിലനിൽക്കുന്ന NDPS ആക്ടിന്റെ 29-ാം വകുപ്പുമാണ് നിലവിൽ നടനായ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത്. ഈ 2 വകുപ്പുകളും എന്ന് പറയുന്നത് നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന, അതായത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. സ്വാഭാവികമായിട്ടും വൈദ്യപരിശോധനയ്ക്ക് ശേഷം അങ്ങനെയെങ്കിൽ നോർത്ത് സ്റ്റേഷനിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള നിയമ നടപടിക്രമങ്ങളായിരിക്കും പൂർത്തിയാക്കുക. എന്തായാലും ഈ ശാസ്ത്രീയമായിട്ടുള്ള രാസലഹരിയുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് നിലവിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ എത്തിച്ചുകൊണ്ട് നഖം, അതോടൊപ്പം തന്നെ മറ്റ് ശരീരസ്രവങ്ങൾ, മുടി ഇവയുടെയൊക്കെ തന്നെ പരിശോധന നടത്തും. പരിശോധനയിൽ 4 ദിവസം വരെ ഈ ഒരു രാസലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കും. ഈ ഓടി രക്ഷപ്പെട്ട ദിവസം എന്ന് പറയുന്നത് 2 ദിവസം മുന്നെയാണ്. അന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്നത്തെ മെഡിക്കൽ പരിശോധനയിൽ അത് കണ്ടെത്തുവാനായിട്ടും സാധിക്കും. ഇന്ന് ചോദ്യം ചെയ്ത വേളയിൽ ഒരു നിസ്സഹകരണം ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള മൊഴികളും മറുപടികളുമാണ് ഷൈൻ ടോം ചാക്കോ നൽകിയത്. ഇതിൽ അവസാനമായിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്കാണ് ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് ഒരു വ്യക്തത തേടാൻ സാധിക്കാതിരുന്നതും പിന്നീട് ഈ ലഹരി സംഘങ്ങളുമായിട്ട് ഇയാളുടെ ഇടപാടുകൾ അതിനെ തെളിയിക്കുന്ന തക്ക രീതിയിലുള്ള രേഖകൾ കൂടി പോലീസിന്റെ കൈവശം ഉണ്ടാകെ അതിനനുസൃതമായിട്ട് ചോദ്യം ചെയ്ത സമയത്താണ് ഈ സജീർ, അതായത് ലഹരി ഇടനിലക്കാരനായിട്ടുള്ള സജീറുമായിട്ട് താൻ സാമ്പത്തിക ഇടപാട് ഓടി രക്ഷപ്പെട്ട ദിവസം നടത്തിയിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 20,000 രൂപയുടെ സാമ്പത്തിക ഇടപാടാണ് ഈ പറയുന്ന സജീറുമായിട്ട് ഷൈൻ ടോം ചാക്കോ നടത്തിയത്. അത് എന്തിനാണ്, ലഹരി വാങ്ങിച്ചതിനാണോ എന്ന കാര്യത്തിലൊന്നും വ്യക്തത ഉണ്ടായിട്ടില്ല. അതൊരു സാമ്പത്തിക ഇടപാട് മാത്രമായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഗൂഢാലോചന, അതായത് പ്രേരണാ കുറ്റം ഉൾപ്പെടെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് ചുമത്തിയത്. അത് മാത്രമല്ല, ലഹരി ഉപയോഗം, കൺസംഷൻ ഓഫ് ഡ്രഗ്സ്, അതിന്റെ പേരിലാണ് ഈ പറയുന്ന 27-ാം വകുപ്പ് NDPS ആക്ടിലെ 27-ാം വകുപ്പ് നിലവിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. എന്തായാലും വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ജാമ്യം ലഭിക്കാവുന്ന കുറ്റമായതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഇനിയുള്ള നടപടിക്രമങ്ങൾ ജനറൽ ആശുപത്രിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഈ രാസലഹരിയുടെ സാന്നിധ്യം കണ്ടെത്തി കഴിഞ്ഞാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന നടപടിയിലേക്ക് കൂടി പോലീസ് കടക്കുന്നതായിരിക്കും. ദൃശ്യ രേഷ്മ, അതുപോലെ ഈ ലഹരി ഇടപാടുകാരൻ സജീറിനെ അറിയാമെന്ന് ഷൈൻ മൊഴി നൽകിയിട്ടുണ്ട്. ഈ സജീറുമായുള്ള മറ്റ് സാമ്പത്തിക ഇടപാടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അന്വേഷണ പരിധിയിൽ വരാൻ സാധ്യതയില്ലേ? കാരണം ഇടനിലക്കാരനായിട്ടുള്ള സജീറിനെ അന്വേഷിച്ചാണ് ഈ പറയുന്ന പോലീസ് സംഘം, അതായത് ഡാൻസ് ഓഫ് സംഘം വേദാന്ത ഹോട്ടലിലേക്ക് എത്തിയത്. അതേ ദിവസം തന്നെ സജീറിനെ അറിയാമെന്നും സജീറുമായിട്ട് സാമ്പത്തിക ഇടപാട് 20,000 രൂപയുടെ സാമ്പത്തിക ഇടപാട് അന്നേ ദിവസം തന്നെ നടത്തിയെന്നുള്ള മൊഴിയാണ് നിലവിൽ ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അറിയാമെന്നുള്ള മൊഴി അടക്കം പരിശോധിച്ചുകൊണ്ട് ഇതിന് മുൻപും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളോ മറ്റ് ലഹരി ഇടപാടുകളോ ഈ പറയുന്ന സജീറുമായിട്ട് ഷൈൻ ടോം ചാക്കോ നടത്തിയിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയും തെളിവുകളും എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുൻ കാലഘട്ടങ്ങളിൽ തുടർച്ചയായിട്ട് സാമ്പത്തികമായിട്ട് ലഹരി ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ ലഹരി ശേഖരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലഹരി വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയതിന്റെ പേരിൽ ഈ 27A, അതായത് NDPS ആക്ടിലെ ജാമ്യം ഇല്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കൂടി പോലീസിന് കടക്കാനാകും. പക്ഷെ തെളിവുകൾ അക്കാര്യത്തിൽ അനിവാര്യമാണ്. നിലവിൽ ലഹരി ഉപയോഗിച്ചുവെന്നും ഗൂഢാലോചന കുറ്റവും മാത്രമാണ് ഷൈനെതിരെ തെളിവുകൾ എന്നുള്ള രീതിയിൽ പോലീസിന്റെ പക്കലുള്ളത്. ഈ പറയുന്ന 27A വകുപ്പ് ചുമത്തുവാൻ തക്ക തെളിവുകൾ ശേഖരിക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആണ് ഇനി പുരോഗമിക്കുന്നത്. സജീറുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് ലഹരി വാങ്ങിച്ചതിനാണോ, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് രേഖാമൂലം തെളിവുകൾ പോലീസിനെ ശേഖരിക്കേണ്ടത്. എന്തായാലും നിലവിൽ രാസലഹരിയുടെ സാന്നിധ്യം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ ഒരു കടമ്പ പോലീസിന് കടക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നിലവിൽ ജനറൽ ആശുപത്രിയിലേക്ക് ഷൈൻ ടോം
ചാക്കോയെ എത്തിച്ചിട്ടുള്ളത്. സ്രവങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ട് 4 ദിവസം വരെ ഈ രാസലഹരിയുടെ സാന്നിധ്യം ഈ പരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും വേദാന്ത ഹോട്ടലിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ട അന്നേ ദിവസം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പരിശോധനയിൽ തെളിവായിട്ട് കിട്ടുന്നതായിരിക്കും. എന്തായാലും നിലവിൽ അതിന്റെ പരിശോധനാ നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സജീറുമായിട്ട് ഏതൊക്കെ ഘട്ടത്തിൽ ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ ബന്ധപ്പെട്ടിട്ടുണ്ട്, സാമ്പത്തികമായിട്ട് മുൻ ദിവസങ്ങൾ, അതായത് ഈ വേദാന്ത ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസം മാത്രമല്ല അതിന് മുന്നേ ഉള്ള ദിവസങ്ങളിലോ ഈ ഷൈൻ ടോം ചാക്കോ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും പോലീസിന്റെ അന്വേഷണം സമാന്തരമായിട്ട് പുരോഗമിക്കുന്നുണ്ട്. ദൃശ്യ ജിജീഷ് ചേരുന്നുണ്ട് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന്. ജനറൽ ആശുപത്രിയിലാണ് ഷൈൻ ടോം ചാക്കോയെ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. ജിജീഷ്, ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? വൈദ്യപരിശോധന പൂർത്തിയാകാറായിട്ടുണ്ടോ? നിലവിൽ വൈദ്യപരിശോധന തുടരുകയാണ്. സാമ്പിളുകൾ ശേഖരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം അല്ലെങ്കിൽ മെഡിക്കൽ ടീം കടക്കുന്നത്. ഒന്ന്, ഷൈൻ ടോം ചാക്കോയുടെ മുടിയിഴകളുടെ സാമ്പിളുകൾ ശേഖരിക്കണം. മുടിയിഴകൾ പരിശോധനയ്ക്കായി എടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ രക്തസാമ്പിളുകൾ പരിശോധിക്കണം. നഖത്തിന്റെ ഭാഗങ്ങൾ പരിശോധനയ്ക്കായി എടുക്കേണ്ടതുണ്ട്. ഇതിന്റെ എല്ലാം പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മറ്റു ലബോറട്ടറി പരിശോധനകൾക്കായി ഷൈൻ ടോം ചാക്കോയെ മറ്റൊരു സെക്ഷനിലേക്ക് കൊണ്ടുപോവുക. അവിടെ കളക്ഷൻ ഏരിയയാണ്, ലബോറട്ടറി സാമ്പിൾ കളക്ഷൻ ഏരിയയാണ്. ആ സാമ്പിൾ കളക്ഷൻ ഏരിയയിലേക്ക് കൊണ്ടുപോയി അവിടെയും സാമ്പിളുകൾ നൽകിയ ശേഷം സ്റ്റേഷനിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകുമെന്നാണ് വ്യക്തമാകുന്നത്. നിലവിൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയത് എന്നതുകൊണ്ട് തന്നെ തിരികെ സ്റ്റേഷനിലേക്ക് എത്തിച്ച് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് ഉള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. എന്നാൽ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഇനിയും പ്രധാനമായി ചോദ്യം ചെയ്യൽ തുടരാനുണ്ട് എങ്കിൽ അന്വേഷണ സംഘം അതുകൂടി പൂർത്തിയാക്കിയ ശേഷം സ്റ്റേഷൻ ജാമ്യം നൽകി വിടാനുള്ള ഒരു ഘട്ടം തന്നെയാണ് കാണുന്നത്. ഇത് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. കൂടുതൽ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികളിലേക്ക് കടക്കണമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്നാൽ നിർണായകമായ മൊഴികൾ തന്നെയാണ് ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് ലഭിച്ചത് എന്ന് തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം അന്വേഷണ സംഘങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. ലഹരി ഇടപാടുകളിൽ ഷൈൻ ടോം ചാക്കോയ്ക്കുള്ള ബന്ധം, പങ്കാളിത്തം, അതിനുവേണ്ടി പണം നൽകിയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായി ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മൊഴികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ലഹരി ഇടപാടുകൾക്കായി ഹോട്ടലിൽ എത്തിയ ആളുകൾ, ഷൈൻ ടോം ചാക്കോയുമായി കൂടിക്കാഴ്ചയ്ക്ക് വന്നിട്ടുള്ള ആളുകൾ, സുഹൃത്തുക്കൾ എന്ന നിലയിൽ അവിടെ എത്തിയ ആളുകൾ എന്നിവരെ എല്ലാം തന്നെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ലഹരി ഇടപാടുകൾ തന്നെയാണ് ആ ഹോട്ടൽ കേന്ദ്രീകരിച്ച് നടന്നത് എന്നും മറ്റു ചില ആളുകൾ തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നും മനസ്സിലാക്കിയപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന ഷൈൻ ടോം ചാക്കോയുടെ വാദങ്ങൾ അത് പൂർണ്ണമായും തെറ്റായിരുന്നു എന്നും എല്ലാം തന്നെ വ്യക്തമാവുന്ന വിവരങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ ഒരു ചോദ്യം ചെയ്യലും ഒപ്പം ഇതിൽ പങ്കാളിത്തമുള്ള മറ്റു ആളുകളിലേക്ക് നീങ്ങുന്ന ഒരു അന്വേഷണവും തന്നെയായിരിക്കും പ്രധാനമായും ഇനി നടക്കുക. ശരി, കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ, സുധീഷ് ഗോപാൽ, രേഷ്മ ബാബു എന്നിവരാണ് ആ വിവരങ്ങൾ നൽകിയത്. ലഹരി കേസുമായി ബന്ധപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ വൈദ്യപരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. NDPC നിയമത്തിലെ 27, 29 വകുപ്പുകൾ പ്രകാരമാണ് ഷൈനിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഷൈനിൻ്റെ മൊഴികളിലുള്ള വൈരുദ്ധ്യമാണ് കേസിലേക്ക് പോകാനുള്ള കാരണം. ഡാൻസ് ഓഫ് സംഘം അന്വേഷിച്ചെത്തിയ ലഹരി ഇടപാടുകാരൻ സജീറിനെ അറിയാമെന്നും ഷൈൻ മൊഴി നൽകിയിരുന്നു.